നോമ്പ് തുറക്കുമ്പോൾ കുടിക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ വേനലിലെ ചൂടിൽ ഉള്ളം കുളിർപ്പിക്കാനൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി റിഫ്രഷിംഗ് ആയിട്ടുള്ള ലൈം ജ്യൂസിൻ്റെ റെസിപ്പി നമുക്ക് നോക്കിയാലോ. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. ഞാനിവിടെ 1 ടീസ്പൂൺ ചിയ സീഡ്സ് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് മിക്സ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ സബ്ജ സീഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ഹെൽത്തി ആവാനാണ് ഇപ്പോൾ ചിയ സീഡ്സ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു മിക്സി ജാറിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ജ്യൂസിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള റൂ ഹഫ്സ 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ് റൂ ഹഫ്സ. ഇനി അതിലേക്ക് നമ്മൾ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി റൂ ഹഫ്സയിൽ മധുരം ഉണ്ടാവും, എന്നാലും നാരങ്ങ ചേർത്തിരിക്കുന്നതുകൊണ്ട് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 കപ്പ് നല്ല തണുത്ത വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തൊന്ന് കൊണ്ടുവരാം. ഇനി നമുക്ക് ടേസ്റ്റ് നോക്കാം. മധുരം ഇനിയും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ കൂടി പഞ്ചസാര എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരണം കേട്ടോ. ഞാൻ ചേർത്തിട്ടുള്ള 3 ടേബിൾ സ്പൂൺ റൂ ഹഫ്സ ഈ ഒരു അളവിന് കറക്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ടേസ്റ്റിനൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് ഓരോ ഇൻഗ്രീഡിയൻറ്റും അളവിൽ വ്യത്യാസം വരുത്താവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് പകർത്താം. നന്നായിട്ട് തണുത്ത വെള്ളം ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ എക്സ്ട്രാ ഐസ് ഒന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിയ സീഡ്സ് അല്ലെങ്കിൽ സബ്ജ സീഡ്സ് ഒരു 3-4 സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് മിക്സ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇതിൽ വെള്ളത്തിന് പകരം സോഡ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള റൂ ഹഫ്സ മൊയ്റ്റോ റെഡിയാവും. നല്ല ടേസ്റ്റ് ആയിരിക്കും ആ ഒരു ഡ്രിങ്കിനും. ഇതിൻ്റെ മീതെ ഞാൻ ഒരു ചെറിയ പുതിന ഇല വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. ഇത്രേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റിഫ്രഷിംഗ് ആയിട്ടുള്ള റൂ ഹഫ്സ ചേർത്തിട്ടുള്ള നല്ല അടിപൊളി ലൈം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ലൈം ജ്യൂസ് ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.